ഓരോ ഗ്രഹവും ജാതകത്തിൽ വരുമാനം, ജോലി, തൊഴിൽ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവങ്ങളോട് ബന്ധപ്പെട്ട് ബലവാനായി നിൽക്കുന്നവർക്ക് അനുയോജ്യമായ പഠന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ജാതകത്തിൽ സൂര്യൻ ബലവാനായി നിൽക്കുകയും സൂര്യദശയോ അല്ലെങ്കിൽ സൂര്യനുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ ദശയോ പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് നടക്കുകയാണെങ്കിൽ ആ ജാതകന് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബലവാനായി സൂര്യൻ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയ രംഗത്തും പദവികൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള കോഴ്സുകളും ഇവർക്ക് പഠിക്കാവുന്നതാണ്. സൂര്യന്, ചൊവ്വ, കേതു തുടങ്ങിയ ഗ്രഹങ്ങളോട് ബന്ധമുണ്ടെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലിൽ ഡോക്ടറാകാനും ഇവർക്ക് യോഗമുണ്ടാകും. ചന്ദ്രൻ ഒരു ജാതകത്തിൽ ജോലി, തൊഴിൽ തുടങ്ങിയ ഭാവങ്ങളോട് ബന്ധപ്പെട്ട ബലവാനായി നിന്നാൽ BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകളും സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളും പഠിക്കാവുന്നതാണ്. ഇവർക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലെയുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ചാലും പെട്ടെന്ന് ജോലി ലഭിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സാണെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാവുന്നതാണ്. ചൊവ്വ ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ സർജറിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും പട്ടാളം, പോലീസ് പോലെയുള്ള യൂണിഫോമുള്ള ജോലികൾ ലഭിക്കാനും സാധ്യത ഉള്ളതിനാൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ചെയ്യുന്ന പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ IPS ഓഫീസർ ആകണമെങ്കിൽ അതിന് ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതി കൂടെ അനുകൂലമാകേണ്ടതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഇവർക്ക് സിവിൽ, ഫയർ ആൻഡ് സേഫ്റ്റി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. രാഹു ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരത്തിൽ ജോലി ലഭിക്കുന്ന കോഴ്സുകൾ ചെയ്യുന്ന പഠിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഫോറൻസിക് സയൻസ്, സിനിമയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, വിദേശ ഭാഷാ പഠനം എന്നിവയും ഇവർക്ക് അനുയോജ്യമായ വിഷയങ്ങളാണ്. എഞ്ചിനീയറിംഗ് കോഴ്സാണെങ്കിൽ ഇലക്ട്രിക്കൽ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. വ്യാഴം ഒരു ജാതകത്തിൽ ബലമായി നിൽക്കുന്നവർക്ക് ടീച്ചർ, ലെക്ചർ, ബാങ്ക് മാനേജർ ഇതുപോലെയുള്ള ജോലികൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവർ B.Ed, BBM, BBA, MBA ഇതുപോലെയുള്ള കോഴ്സുകൾ ചേരുന്നതാണ് നല്ലത്. ആറാം ഭാവവുമായി വ്യാഴത്തിന് ബന്ധമുണ്ടെങ്കിൽ BL അല്ലെങ്കിൽ BAMS പോലെയുള്ള കോഴ്സുകളിലും ചേരുന്നത് ഗുണം ചെയ്യും. വ്യാഴാധിക്യം അധികമുള്ളവർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശനി ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ പബ്ലിക് റിലേഷൻസ്, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്, ലേബർ വെൽഫെയർ ഇതുപോലെയുള്ള കോഴ്സുകൾ ചേരാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സാണെങ്കിൽ ഇവർക്ക് ചേരുന്നത് ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെയുള്ള കോഴ്സുകളാണ്. ബുധൻ ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ സോഫ്റ്റ്വെയർ, അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, ജേർണലിസം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചേർന്ന് പഠിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സാണെങ്കിൽ കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, IT, ECE ഇതുപോലെയുള്ള കോഴ്സുകൾ അനുയോജ്യമാണ്. കേതു ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ മെഡിസിൻ കൂടാതെ അനാലിറ്റിക്സ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചേർന്ന് പഠിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സാണെങ്കിൽ കെമിക്കൽ, പെട്രോളിയം ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അനുയോജ്യമാണ്. ശുക്രൻ ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ ആർട്സ്, ഫാഷൻ ഡിസൈനിങ്, കോസ്മെറ്റോളജി, മ്യൂസിക് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചേർന്ന് പഠിക്കാവുന്നതാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, സിനിമയുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ഇവർക്ക് അനുയോജ്യമാണ്. ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി ജോലി ലഭിക്കാൻ സാധ്യതയുള്ള അനുയോജ്യമായ കോഴ്സുകളെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. ഇനി മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.